بسم الله والحمد لله والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه الفائزين برضا الله ما بعد. 26-ാമത്തെ ഫത്വൽ മുബീന്റെ സബഖ് അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ബി അന്നഹു തആല അല്ലാഹു തആല മുനസ്സഹുൻ അൻ ഖിയാമി ഹാദിസിൻ ബിഹി അല്ലാഹു തആലയിൽ പുതുതായി വരുന്ന നൃത്തം ഖിയാമ് അതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല പരിശുദ്ധനാണ്. അള്ളാഹുവിന്റെ ഖിയാമ ഖദീമേ ഉണ്ടാവുള്ളൂ, ഹാദിസ് ആവൂല. അപ്പൊ ഹാദിസ് ആയിരിക്കുന്ന ഖിയാമിനെ തൊട്ട് പരിശുദ്ധമാക്കപ്പെട്ടവനാണ് അള്ളാഹ് എന്നതുകൊണ്ട് വിശ്വസിക്കണം. ഹാദിസ് ആയിരിക്കുന്ന ഖിയാമുകൾക്ക് ഹർക്കത്തിനോ സുക്കൂനിനോ തഹയ്യുസിൻ ചലനങ്ങൾ, അതുപോലെ തന്നെ അടക്കങ്ങൾ, അംശയങ്ങൾ, ഇതുപോലെയുള്ളതായിരിക്കുന്ന ഓരോ പരിപാടിയും ഹാദിസാണ്. അതൊന്നും അള്ളാഹു തആലക്കില്ല. അപ്പൊ സിഫാത്തുഹു ലൈസത്ത് അഅറാദൻ, അപ്പോൾ അള്ളാഹ്ക്കുള്ള സിഫത്തുകളൊന്നും എന്തല്ല, ആരിതായി പുതുതായി ഉണ്ടാവുന്നതല്ല. അതുമാത്രമല്ല വല ഐന ദാത്തി, അള്ളാഹു തആലാന്റെ ദാത്തിന്റെ ഐനുമല്ല സിഫത്ത്, വല ഗൈറഹ എന്ന ദാത്ത് അല്ലാത്തതുമല്ല. ആ നിലയിലൂടെയാണ് അള്ളാഹിന്റെ സിഫത്തുകൾ ഉള്ളത്. നമുക്കുള്ള സിഫത്ത് അങ്ങനെയല്ല. നമ്മളെ ദാത്തുമ്മേൽ വരുന്നത് ആരിതായി വരുന്നതാണ്. നമ്മളെ സിഫത്തും ദാത്തും രണ്ടാണ്. ഇങ്ങനെയുണ്ട്. ബിനാഅൻ അലാ അന്നൽ ഗൈറൈനി, ദാത്തല്ല, ദാത്തിന്റെ ഐനുമല്ല, എന്നാ ദാത്ത് അല്ലാത്തതുമല്ല. ഇങ്ങനെ രണ്ട് ഗൈറാണ്. ഈ രണ്ട് ഗൈറുകൾ മായംബകു അയതുഹുമാനിൽ ആഖരി, അത് രണ്ടിൽ ഒന്നിനെ തൊട്ട് വിട്ടുപിരിയാൻ കഴിയാത്ത ഒന്നുള്ളതാണ്. ആ ഒരു പ്രത്യേകത അല്ലാഹ്ക്കല്ലാതെ മറ്റാർക്കുമില്ല. വബി അന്നഹു അഹദസൽ ആലമ ബി ഇഖ്തിയാരിഹി മിൻ ഗൈരി അൻ യഹ്സുല ലഹു ബിഹി കമാലുൻ ലം യകുൻ ഖബലഹു, ഒരു പരിപൂർണത അതുകൊണ്ടൊന്നും എന്താവുകയില്ല, കിട്ടുകയില്ല. ആ കിട്ടാത്തതിന്റെ വിധം തന്നെ അല്ലാഹു തആല അള്ളാന്റെ ഇഷ്ടപ്രകാരം ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന്റെ മുമ്പ്, അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പ്രപഞ്ചം എന്തായിട്ടില്ല, അള്ളാഹിന് മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഇല്ലാത്തതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല ഇഷ്ടപ്രകാരം അള്ളാഹ് സൃഷ്ടിച്ചതാണെന്ന് വിശ്വസിക്കണം. വലം യതജദ്ദദു ലഹു ബി ഈജാദിഹി ഇസ്മുൻ വലാ സിഫത്തുൻ, ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല ഉണ്ടാക്കി എന്നതുകൊണ്ട് അള്ളാഹ്ക്കൊരു പുതിയൊരു നാമമോ പുതിയൊരു ഗുണമോ വരുന്നുമില്ല. അതുള്ളത് തന്നെ പഴയ തന്നെ. ബൽ ലം യസൽ ബി അസ്മാഇ വ സിഫാതി ദാതിഹി, അല്ലാഹു തആല അള്ളാഹിന്റെ നാമങ്ങളെ കൊണ്ടും അള്ളാഹിന്റെ ഗുണങ്ങളെ കൊണ്ടും ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ് ഒന്നുണ്ടാക്കുമ്പോൾ അതിന് അപ്പൊ പുതിയൊരു പേരോ പുതിയൊരു സൃഷ്ടിയോ പുതിയൊരു സിഫത്തൊന്നും വരില്ല. സൃഷ്ടികൾക്കുള്ളതുപോലെ നമ്മൾ കാര്യം ഉണ്ടാക്കുമ്പോ പുതിയതായി വരുമ്പോൾ പുതിയൊരു പേരും ഉണ്ടാകും, പുതിയതായ ഗുണമൊക്കെ അതിന് പറയും. ലാ ഷബീഹ ലഹു ദാത്തി വലാ സിഫാത്തി വലാ അഫ്ആലിഹി, അല്ലാഹു തആലാന്റെ സത്തയിലോ ഗുണങ്ങളിലോ കർമ്മങ്ങളിലോ ഒന്നും തുല്യതയിൽ ആർക്കുമില്ല, ഒരു സാദൃശ്യതയുമില്ല. എല്ലാം പഴയ രൂപത്തിൽ ഖദീമായിട്ട് അന്ന് എങ്ങനെയുണ്ടോ അതേമാതിരി. അതിലാർക്കും ഒന്നിനും ഏതുപോലെയാണ് ഗുണമെന്നോ ഇന്നതുപോലെയാണ് രൂപമെന്നോ ഇന്നതുപോലെയാണ് ശരീരമൊന്നും പറയാൻ കഴിയൂല. വബിഅന്നഹു മുനസ്സഹുൻ അനിൽ ജിഹത്തി വൽ ജിസ്മിയ്യത്തി വസിഫാത്തിഹിമാ വലവാസിമിഹിമാ വകുല്ലി സമത്തി നഖ്സിൻ ഔലാ കമാല ഫീഹാ, അല്ലാഹു തആല പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. ഭാഗത്തെ തൊട്ട് കിഴക്ക് ഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ്, അടിഭാഗത്താണ്, മുകൾ ഭാഗത്താണ്, അതൊന്നും പറയാൻ പറ്റൂല. എല്ലായിടത്തുമുണ്ട്. പിന്നെ അല്ലാഹു തആലക്ക് തടിയുണ്ട് എന്നും പറയാൻ പറ്റൂല. ആ തടിയെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. ജിഹത്ത്, തടി, ഭാഗം എന്നിവക്ക് വരുന്ന സിഫത്തുകളും അതിനാൽ ലാസിമായി വരുന്ന സംഗതികളൊന്നും അല്ലാഹു തആലക്കില്ല. അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. തടിയാകുമ്പോൾ കറുപ്പ് വെളുപ്പ് എന്ന് പറയേണ്ടി വരും. ജിഹത്താകുമ്പോൾ അടിഭാഗം മുകൾ ഭാഗം എന്ന് പറയേണ്ടി വരും. അതിനാൽ ലാസിമായി വരുന്നത് എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടൊക്കെ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ടവനാണ്. മാത്രമല്ല ന്യൂനതയായി വരുന്ന ഏതെല്ലാം അടയാളങ്ങളുണ്ടോ അതിനെ തൊട്ടും, പരിപൂർണതയില്ലാത്ത ഏതെല്ലാം സിഫത്തുണ്ടോ അതിനെ തൊട്ടും അല്ലാഹു തആല സംശുദ്ധമാണ്, പരിശുദ്ധമാക്കപ്പെട്ടവനാണ് എന്നാണ് വിശ്വസിക്കേണ്ടത്. വബിഅന്നഹു ലാ യകൂനു ഫീ മിൽകിഹി ഇല്ലാ മാ യശാഉ മിൻ ഖൈരിൻ വശർരിൻ വനഫ്ഇൻ വദർറിൻ, പ്രയാസം, ഉപകാരം, നന്മ, തിന്മ എന്നിത്യാദി കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടല്ലാതെ അള്ളാന്റെ അധികാരത്തിലുണ്ടാവില്ല. അള്ളാഹ് ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കൂല. ബൽ എന്നല്ല ലാ തഖഉ ലംഅത്തു നാദിരിൻ വലാ ഫുൽതത്തി ഖാതിരിൻ ഇല്ലാ ബി ഇറാദത്തിഹി തആല,
ഒരു നോക്കുന്ന ആളുടെ ഒളിച്ചോട്ടം, ആരറിയും അറിയാത്തൊരു ഒളിച്ചു നോട്ടമുണ്ട്. ആ ഒളിച്ചു നോട്ടവും അതുപോലെ തന്നെ അവിചാരിതമായ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങളും ഇതൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, സംഭവിക്കുന്നില്ല അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടല്ലാതെ. എല്ലാം അള്ളാഹിന്റെ ഇറാദത്താണ്. ഇങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ട്. അപ്പൊ അന്നഹുൽ വലിയുൽ മുത്ലഖ്, നിരുപാധികം അള്ളാഹു തആല വലിയാണ്. അള്ളാഹ് എല്ലാത്തിനെ തൊട്ടും വലിയാണ്. അപ്പൊ കുല്ലു മൗജൂദിൻ മുഫ്തഖിറുൻ ഇലൈഹി തആല ബി വജൂദി വബഖാഇ വസായിരി മാ യമുദ്ദു ബിഹി. ഒരു മനുഷ്യന്റെ ഉണ്ടാവല്, സൃഷ്ടിയുടെ ഉണ്ടാവൽ, അവശേഷിക്കൽ, അതുപോലെ തന്നെ എന്തൊക്കെ മറ്റു പല കാര്യങ്ങൾ സഹായമായിട്ട് വരുന്നുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ മനുഷ്യൻ അള്ളാഹുവിനെ, മനുഷ്യനെ സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. അതാണ് അള്ളാഹു സ്വമദ്. സ്വമദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ആരിലേക്കും ആശ്രയമില്ല. സൃഷ്ടിജാലങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് ആശ്രയിക്കുന്നു. അള്ളാഹ് നിരാശ്രയൻ എന്ന് പറഞ്ഞുള്ളതാണ്. യജ്മഉദാലിക്കുല്ല, എന്നാൽ ഈ പറഞ്ഞ മുഴുവത്തിനെയും ഒരുമിച്ച് കൂട്ടും, ഉൾപ്പെടുത്തും. എന്ത്? അന്നഹു തആല മുത്തസിം ബികുല്ലി കമാൽ, പരിപൂർണമായിരിക്കുന്ന എല്ലാ സിഫത്തുകളെ കൊണ്ടും വിശേഷണമുള്ളവനാണ് അല്ലാഹ്. മുനസ്സഹുൻ അൻ കുല്ലി വസ്ഫിൻ ലാ കമാല ഫീഹി, പരിപൂർണതയില്ലാത്ത ന്യൂനത വരുന്ന എല്ലാ വിശേഷണത്തെ തൊട്ടും പരിശുദ്ധമാക്കപ്പെട്ടവനാണ് അല്ലാഹ്. വാജിബുൽ വുജൂദി ലിദാത്തിഹി, സ്വന്തം നിലയിൽ ഉണ്ടാവൽ നിർബന്ധമായവനാണ് അല്ലാഹ്. മുൻഫരിദും ബിസ്തിഖാഖിൽ ഉബൂദിയത്തി അലൽ ആലമീൻ, ലോകത്തിന്റെ മേലിൽ അടിമത്തത്തിനെ ഉടമയാക്കുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് തനിച്ചവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇതിനെ എന്താക്കുന്നുണ്ട്, ഈ പറഞ്ഞത് മുഴുവൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ഹുവ മാലിക്കുഹും ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ ഈ സൃഷ്ടിജാലങ്ങളുടെ എല്ലാവരുടെയും സൃഷ്ടിയുടെ ഉടമൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. ലിഅന്നഹുല്ലദീ ഔജദഹു മിനൽ അദ്മി, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു തആലയല്ലേ ഇല്ലായ്മ ഇവരെ സൃഷ്ടിച്ചത്, അതുകൊണ്ട് തന്നെ. വബിൽ ഉലൂഹിയ്യത്തി, ഇലാഹായിരിക്കുക എന്നതുകൊണ്ട് തനിച്ചവനും അല്ലാഹ് മാത്രമേ ഉള്ളൂ. വൽ ഖിദമി, പണ്ടേ ഉള്ളവനാവുക, ബഖാ എന്നെന്നും ഉണ്ടാവുക, വബിൽ ഖൽഖി, സൃഷ്ടിപ്പ്, വൽ ഖുദ്റത്ത്, കഴിവ്, ഇതുകൊണ്ടൊക്കെ തനിച്ചവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്തുകൊണ്ടെന്നാൽ ലിസുബൂത്തി ഇസ്നാദി ജമീൽ ഹവാദിസി ഇലൈഹി തആല, അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടല്ലേ ഈ പറയുന്ന എല്ലാ സൃഷ്ടികളെയും പറയുക. അള്ളണ്ടാക്കിയതല്ലേ പറയുള്ളൂ, അത് സുബൂത്തല്ലേ. എന്തോടുകൂടെ മാ മുശാഹദി കമാലിൽ ഇഹ്സാനി ബി ഖൽഖിഹാ വതർതീബിഹാ, സൃഷ്ടികളെ അല്ലാഹു തആല നിയന്ത്രിക്കുന്നു, ക്രമീകരിക്കുന്നു, അതിൽ ഗുണങ്ങൾ പരിപൂർണമായി ചെയ്യുന്നു എന്നുള്ളത് ഏത് ബോധമുള്ള ഒരു മനുഷ്യർക്കും വ്യക്തമാവുന്നതല്ലേ. അത് നേർക്കുന്നവരെ കാണുന്നില്ലേ. അതോടുകൂടി തന്നെ അതൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടല്ലേ പറയാറ്. പിന്നെ ഒബിൽ ഇറാദത്തി, അള്ളാഹു തആലക്ക് ഇറാദത്തുണ്ടല്ലോ, ആ ഇറാദത്ത് കൊണ്ടുള്ള കാര്യം വിശ്വസിക്കുക. അത് എന്താണ്? ലിഅന്ന തഖ്സീസ ബഅദിൽ മുംകിനാതി ബിൽ വഖ്തില്ലദീ ഔജദഹു ഫീഹി ദൂന മാ ഖബലഹു ഔ മാ ബഅദഹു ലൈസ ഇല്ലാ ലിമഅനൻ ഹുവൽ ഇറാദത്തു. ഒരു ഉണ്ടാവാൻ പറ്റുന്ന സൃഷ്ടിയിൽ നിന്ന് ചിലതിനെ ഒരു സമയത്ത് ഉണ്ടാക്കും അല്ലാഹു തആല, അതിന്റെ മുമ്പും പിമ്പൊന്നും കൂടാതെ. അപ്പൊ അതിന്റെ ശേഷമുള്ളത് വരുന്നുണ്ട്, അത് നോക്കുന്നില്ല. അതിന്റെ മുമ്പുള്ളതുണ്ട്, അതൊന്നും ഇല്ലാതെ തന്നെ ഒരു പ്രത്യേക ഒരു സമയത്ത് അല്ലാഹു തആല എന്താകുന്നു, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലതിനെ തീരുമാനിക്കുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? അതിന് മാനയുണ്ട് അതില്, ആ മാനയാണ് ഇറാദത്ത്. അപ്പൊ ഇന്ന സമയത്ത് ഇന്നതിനെ ഉണ്ടാക്കുന്നത് അല്ലാഹ് തീരുമാനിക്കുന്നു. അതിന് മുമ്പുള്ള നോക്കണില്ല, ശേഷമുള്ള നോക്കണില്ല, അതൊക്കെ അള്ളാന്റെ തീരുമാനങ്ങളാണ്. അങ്ങനെ അള്ളാനെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഒന്നാമതായി ഈമാൻ കാര്യം ചോദിച്ചപ്പോൾ നബി പറഞ്ഞു കൊടുത്തത് താങ്കൾ അള്ളാനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായി അവിടെ പറയാനുള്ളത് വമലായിക്കത്തി, അള്ളാന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക എന്നാണ്. ഈമാന്റെ മുതഅല്ലഖാത്തുകളാണ് എണ്ണി വരുന്നത്. ഒന്ന് അള്ളയുമായിട്ടുള്ള വിശ്വാസം പറഞ്ഞു. ഇനി രണ്ടാമതായി വിശ്വാസത്തിന്റെ കാര്യത്തിൽ ബന്ധിക്കുന്ന മലായിക്കത്ത്. ഈ മലായിക്കത്തിനെ കൊണ്ടുള്ള വിശ്വാസം എങ്ങനെ, അതാണ് ചർച്ച. ജമ്മു മലക്കിന്റെ ജമ്മാണ് മലായിക്കത്ത് എന്നാണ്. മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ മലക്കിന്റെ ജമ്മാണ്. അലാവൈന് ഖിയാസിൻ, നിയമപരമായിട്ടല്ല ഇപ്പൊ ജമ്മു വന്നത്. മലക്ക് എന്നതിന്റെ ജമ്മു വരുന്നത് മലായിക്ക് എന്നാണ്. അവിടെ മലായിക്കത്ത് എന്ന് വന്നു. അല്ലെങ്കിൽ പിന്നെ ജമ്മു ഔ ജമ്മു മൽ അക്ക,
മൽഅക്ക് എന്നതിന്റെ ജമ്മാണ് മലായിക്കത്ത് എന്ന് വെക്കണം. അലാ മഫ്അലിൻ മഫ്അൽ വസിന്റെ പേരിൽ. എന്താ അങ്ങനെ? ഇത് കുവാ നിശ്ചയമായിട്ടും ഈ മൽഅക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ അലൂക്കത്തി അലൂക്കത്ത് എന്നതിന് പിടിക്കപ്പെട്ടതാണ് മൽഅക്ക്. എന്താ അലൂക്കത്തിന്റെ അർത്ഥം? വയ്യ റിസാലത്തു റിസാലത്ത് എന്നാണ്. അപ്പൊ റിസാലത്ത് എന്നർത്ഥം വരുന്ന അലൂക്കത്തിന് പിടിക്കപ്പെട്ടതാണ് മൽഅക്ക്. ആ മൽഅക്കിന്റെ ജമ്മായിട്ട് വരും മലായിക്കത്ത് എന്നാണ്. എന്നാ പിന്നെ എങ്ങനെ മലായിക്കത്ത് മലക്കുതായത്? അത് തുമ്മ ഖുഫിഫ പിന്നീട് എന്തായി ലഘുവാക്കപ്പെട്ടു. എങ്ങനെ? ബിനഖിൽ അർക്കത്തി അംജയുടെ അർക്കനോട് നീക്കി ലാമിലേക്ക്, എന്നിട്ട് വൽ ഹദഫി അംജനെ കളഞ്ഞു ചെയ്തു. അപ്പൊ മൽഅക്ക് എന്നുള്ളടുത്ത് അംജന്റെ പത്തയിലെ ലാമിന് കൊടുത്ത മല, പിന്നെ മൽക്കാന്നായി. അപ്പൊ അംജനെ കളഞ്ഞിട്ട് മലക്ക് നാക്കി. ഇപ്പൊ സാറ മലക്കൻ, അങ്ങനെ മലക്കായി. ആ മലക്കിന്റെ ജമ്മായിട്ട് മലായിക്കത്ത് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ പറയാം. പറയപ്പെട്ടിട്ടുണ്ട് ഫീഹി അതിൽ വൈറുദാലിക്ക, ഇവിടെ പറഞ്ഞത് അല്ലാത്തതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയുന്ന രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംശയം, ഇനി മൽഅക്കി എന്നതിന് നമ്മൾ മലായിക്ക് മലായിക്ക് എന്ന് പറഞ്ഞാൽ പോലെ മലക്കിന്റെ അമ്മാലും മലായിക്ക് എന്ന് പറഞ്ഞു. പിന്നെ എന്തിനെ താര കൊടുത്തതെന്നാണ്. അപ്പൊ താഹു അതിലുള്ള താഹ് ജമ്മി ജമ്മല്ലേ, ആ ജമ്മിനെ മുഅന്നസാക്കാൻ വേണ്ടി താനം കൊടുത്തതാണ്. അല്ലാ വക്കീല പറയപ്പെടുന്നുണ്ട് മുബാലഗത്തി, മുഅന്നസിന് വേണ്ടിയിട്ടല്ല, ഒന്ന് ഗലബത്താക്കാൻ വേണ്ടി മുബാലഗത്തിന് വേണ്ടി കൊടുത്തതാണ്. ഉല്ലിബത്ത് ബിൽ അജ്സാമിൻ നൂറാനിയത്തി അൽ മുബറഅത്തി മിനൽ കദൂറാത്തിൽ ജിസ്മാനിയ, ഭൗതിക ജഡമായി കൂടി കലരുക എന്നതിനെ തൊട്ട് ഒഴിവാക്കപ്പെട്ട പ്രകാശത്തിനാലുള്ള തടികൾ, ആ തടികളിൽ ഒലബത്തിന് വേണ്ടി കൊടുത്തതാണ്, എന്താക്കിയതാണ് മലായിക്കത്ത്. അങ്ങനെ പറയാം. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അൽ ഖാദിറത്ത്, എങ്ങനത്തതായിരിക്കുന്ന ജിസ്മുകള്, അൽ ഖാദിറത്തി അല തശക്കുലി ബിൽ അഷ്കാലിൽ മുഖ്തലിഫത്തി, വിഭിന്നങ്ങളായിരിക്കുന്ന രൂപാന്തരങ്ങളെ കൊണ്ട് രൂപപ്പെടാൻ കഴിയുന്ന ഇങ്ങനെയുള്ള തടികൾ. അത്തരം ഒരു തടികളിലായിട്ട് മുബാലഗത്തിന് വേണ്ടി താന് കൊടുത്ത് മലായിക്കത്ത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഐബി അന്നഹും ഇബാദുല്ലഹു, ഇവരെന്താണ്, എങ്ങനെ വിശ്വസിക്കണം മലായിക്കത്തിനെ? അവർ അല്ലാഹു തആലാന്റെ അടിയങ്ങളാണ് എന്നതുകൊണ്ടാണ് വിശ്വസിക്കേണ്ടത്. എന്നല്ലാതെ ലാ കമാ ജഅമൽ മുശ്രികൂന മിൻ തഅല്ലുഹിം, അവര് മുശ്രിക്കുകൾ വാദിക്കുന്നത് പോലെ അവരെന്താ ദൈവങ്ങളല്ല. മുശ്രിക്കുകൾ വാദിക്കുന്ന അവർ ദൈവങ്ങൾ എന്നാണ്. അവരെ ദൈവങ്ങളാക്കുക എന്ന വാദമാണ്. അതുപോലെയല്ല മലായിക്കത്ത്, മലായിക്കത്ത് അടിയങ്ങളാണ്. ലാ കമാ ജഅമൽ യഹൂദു, ജൂതന്മാർ വാദിക്കുന്നത് പോലെയും അല്ല മലായിക്കത്ത്. അതിനെ തൊട്ടെന്താ മുക്രമൂന, അവർ ബഹുമാനമാക്കപ്പെട്ട അടിയങ്ങളാണ്. അപ്പോ ബഹുമാനമാക്കപ്പെട്ടവരല്ല എന്നാണ് ജൂതന്മാരെ വാദം. ഐ മീൻ തദ്ദീസിയും, അവരെന്താ മലായിക്കത്തുകൾക്ക് ന്യൂനത വരുത്തുന്നുണ്ട്. അങ്ങനെ വാദം ജൂതന്മാർക്കുണ്ട്, ആ വാദം നമുക്കില്ല. അവ മുക്രമൂന. പിന്നെ മുശ്രിക്കുകൾ പറയുന്ന വാദമാണ് എന്ത്, ദൈവങ്ങൾ. അങ്ങനെയുമല്ല അല്ലാഹ്. ഈ രണ്ട് വാദങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം, മുസ്ലിമിന്റെ വിശ്വാസം. അപ്പൊ മുസ്ലിമിന്റെ വിശ്വാസം എന്താ? മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ ഇബാദും മുക്രമൂന എന്നായി. ഇനി തെളിവ് നോക്കൂ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ ഇലാഹുകളുമല്ല, അവർക്കൊരു ന്യൂനതയുമില്ല എന്നതിലേക്ക് അറിയിക്കുന്ന വചനമാണ് ഇത്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യത്തിന് അവർ എതിര് ചെയ്യൂല. അല്ലാഹു തആല അവരോട് ചെയ്യാൻ പറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് മലായിക്കത്ത്. അപ്പൊ തെളിവായി. പിന്നെ വബി അന്നഹു സുഫറാഉല്ലാഹി തആല ബൈനഹു വബൈന ഖൽഖിഹി, അള്ളാഹുവിന്റെ മലായിക്കത്ത് അള്ളാഹുവിന്റെയും സൃഷ്ടികൾക്കും ഇടയിലുള്ള ഇടയാളന്മാരാണ് എന്നതുകൊണ്ടും നമ്മൾ വിശ്വസിക്കണം. അല്ലാഹ് പറഞ്ഞ കാര്യം നമ്മിലേക്ക് എത്തിക്കുന്നു, നമ്മളെ വേണ്ടതുപോലെ സംരക്ഷിക്കുന്നു. അതൊക്കെ അള്ളാഹിന്റെയും നമുക്കും ഇടയിലുള്ള ഇടയാളന്മാരായിട്ട മലായിക്കത്തുകൾ. മുത്തസർരിഫൂന ഫീഹിം, അവരിൽ എന്താ, സൃഷ്ടികളിൽ അവർ കൈകാര്യം ചെയ്യുന്നവരാണ്. കമ അതിന, അള്ളാഹ് എങ്ങനെയാണോ സമ്മതം കൊടുത്ത് അതുപോലെ കൈകാര്യം ചെയ്യും. റൂഹിനെ പിടിക്കുന്നു, ഭക്ഷണം നൽകുന്നു, റൂഹൂതുന്നു, നന്മ തിന്മ കഴിയുന്നില്ലേ. സാദിഖൂന ബിമാ അഖ്ബറു ബിഹി അൻഹു, അള്ളാഹിനെ തൊട്ട് അവർ വർത്തമാനം പറയുന്ന കാര്യത്തിൽ സത്യവാന്മാരാണ്.
അന്നകും ബാലിഗൂനാമിൽ കസറത്തി മാലാ യഅലമുഹു ഇല്ലല്ലാഹു തആല. മലായിക്കത്തുകൾ അള്ളാഹ്ക്ക് മാത്രം അറിയാൻ പറ്റുന്ന പരിമിതിയിലെത്തി അധികരിച്ചു നിൽക്കുന്നു, മറ്റാർക്കും അറിയാൻ കഴിയുമില്ല എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് മലായിക്കത്തിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹു തആല മലായിക്കത്ത് എന്ന് പറഞ്ഞാൽ അവര് ഇബാദും മുക്റമൂന സുഫറാഉല്ലാഹി മുതസർരിഫൂന സാദിഖൂന ബാലിഗൂന, ഇങ്ങനെ 6 വിശേഷണം എത്തിയവരാണ് പറഞ്ഞത്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹു അല്ലാതെ നബിയെ അങ്ങയുടെ റബ്ബിന്റെ സേനകൾ എന്ന് പറഞ്ഞ മലായിക്കത്തുകളെ അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഒരു എണ്ണത്തിനെ അറിയുള്ളൂ. ആകാശ ലോകം മലക്കുകളെ കൊണ്ടാകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ ചെരുപ്പടിക്കാല് പോലും ആകാശ ലോകത്തിലില്ല. ആ ചെരുപ്പടിക്കാല് വെക്കുന്ന സ്ഥലത്ത് മുഴുവനും മലായിക്കത്ത് സുജൂദിലോ റുക്കുവിലായിട്ടല്ലാതെ ഇല്ല. അത്രത്തോളം നിറഞ്ഞു നിൽക്കുവാണ് മലായിക്കത്ത്. അപ്പൊ ഈ ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടെന്ന് മനസ്സിലാക്കാം, മലക്കുകൾ അത്ര കരുത്തുണ്ട്. അവരുടെ എണ്ണം എത്രയാണെന്ന് ഒരു കമ്പ്യൂട്ടറിനോ ഒരു സൃഷ്ടിജാലങ്ങൾക്കോ ഒരു ശാസ്ത്രത്തിനോ കണ്ടെത്താൻ കഴിയുമില്ല. അത്രത്തോളം മലായിക്കത്തുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മലക്കുകളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതാണല്ലോ. 2ാം ക്ലാസ് കഴിഞ്ഞാൽ 3 പഠിക്കാൻ തുടങ്ങൂല, മലായിക്കത്തുകൾ ഇന്നവരാന്നൊക്കെ. അതന്നെ ഇപ്പൊ ഈ വിശ്വാസം. അപ്പൊ മദ്രസയിൽ പോയി പഠിക്കണം. ഇനി ഇവിടെ വേറെ ചോദ്യമുണ്ട്, എന്ത് മുർസലുകളെക്കാൾ എന്തിനെ മലായിക്കത്തിനെ മുന്തിച്ചത് എന്ന്. അങ്ങനെ സംശയമില്ലൂടെ വരണം. അതാണ് അടിക്കുറിപ്പിട്ടിട്ട് പറയുന്നത്, ഖദ്ദമൽ മലായിക്കത്ത അലർ റുസലി ഇത്തിബഅൻ ലിതർതീബിൽ വുജൂദി ഫൈനൽ മലായിക്കത്ത മുഖദ്ദമത്തു ലിൽ ഖൽഖി ഔ ലിതർതീബിൽ വാഖി ബി തഹഖീഖി മഅന റിസാലത്തി ഫഇന്നഹു യുഖാലു അർസൽ മലക ഇലർ റസൂലി ലാ തഫ്ളീല ലിൽ മലായിക്കത്തി അലർ റുസലി കമാ സഅമൽ മുഅ്തസിലത്തു. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അടിക്കുറിപ്പിട്ടുകൊണ്ട് പറഞ്ഞത് മലായിക്കത്തിനെ റുസലിനേക്കാൾ മുന്തിച്ചത്. എന്തിനാ? അത് വുജൂദിന്റെ ക്രമീകരണം നോക്കിയിട്ട് അതിനോട് പിൻപറ്റിയിട്ടാണ്. കാരണം വുജൂദ് എങ്ങനെയാ? മലായിക്കത്താണല്ലോ സർവ്വ സൃഷ്ടികൾക്കും മുമ്പ് മലായിക്കത്തിനെ സൃഷ്ടിച്ചു. അതല്ലേ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മലായിക്കത്തുള്ളത് കൊണ്ടല്ലേ മലായിക്കത്തിനോട് അല്ലാഹു തആല മുസാവറ നടത്തിയത്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണം നോക്കുമ്പോ അള്ള കഴിഞ്ഞു, എന്നിട്ട് പിന്നെ മലായിക്കത്തിനെ പറയുക അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറൊരു കാരണമുണ്ട്. പിന്നെന്താ? റിസാലത്തിന്റെ അർത്ഥം ഇവിടെ ഉറപ്പാവണമെങ്കിൽ ആ തഹ്ഖീഖാകുമ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. ആ ഒരു ക്രമീകരണം റെഡിയാവണമെങ്കിൽ ആ നിലക്ക് നോക്കുമ്പോഴും മലായിക്കത്തിനെ മുന്തിക്കാം. അപ്പൊ എന്ത് പറയാം? റസൂലിലേക്ക് മലക്കിനെ അല്ലാഹു തആല അയച്ചു എന്നാണ് പറയാം. മലക്കിനെ അല്ലാഹു തആല റസൂലിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ ആദ്യം മലക്ക് വരണ്ടേ, എന്നിട്ട് റസൂൽ ഉണ്ടാവുക. ആ നിലക്ക് നോക്കിയിട്ട് മലക്കിനെ മുന്തിച്ചു എന്ന് പറയാം. എന്നല്ലാതെ മുർസലുകളേക്കാൾ മലായിക്കത്തിനെ ശ്രേഷ്ഠപ്പെടുത്താൻ വേണ്ടി മുന്തിച്ചു എന്ന് വാദിക്കാൻ പാടില്ല. അങ്ങനെ വാദം ഉണ്ട് മുഅ്തസിലത്തിന്. ആ വാദം സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്നില്ല. ആ ഒരു വാദത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിക്കൊണ്ടാണ് റുസുലി എന്നതിനേക്കാൾ എന്ത് ചെയ്യുന്നു മലായിക്കത്തിനെ മുന്തിച്ചെന്ന് ഇങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് അടിക്കുറിപ്പ് വളരെ നന്നായി അതുകൊണ്ട് അതിട്ടു. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹിനെ കൊണ്ടും മലായിക്കത്തിനെ കൊണ്ടുള്ള വിശ്വാസം കഴിഞ്ഞു. ഇതെന്താ? 3ാമത്തത് കിതാബുകളാണ്. ഇപ്പൊ കുത്തുബി അള്ളാഹിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം. ഐ ബി അന്നഹ കലാമുല്ലാഹി തആലൽ അസലിയുൽ ഖദീമു അൽ ഖായിമു ബിദാതിഹി അൽ മുനസ്സഹു അനിൽ ഹറഫി വസ്സൗതി. ശബ്ദമില്ല, അക്ഷരങ്ങളില്ല, അതിനെ തൊട്ട് സംശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്ന ഖദീമായ പണ്ടേയുള്ള കലാമാണ് കിതാബുകൾ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. وبأنه تعالى أنزلها على بعض رسله بألفاظ حادثة بألواح أو على لسان الملك. മലക്കിന്റെ നാവിലൂടെയോ അല്ലെങ്കിൽ പലകകളിലൂടെയോ പുതുതായിരിക്കുന്ന പദങ്ങൾ അഥവാ സൃഷ്ടിയിലേക്ക് ചേർത്തുമ്പോൾ സൃഷ്ടിയുടെ പദങ്ങൾ
അത്തരം പദങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ചില മുർസലുടെ മേലിൽ അള്ളാഹു തആല കിതാബ് ഇറക്കിയിട്ടുള്ളത്. അതെന്താണെന്ന് മനസ്സിലാക്കാനാണ് സൃഷ്ടികളായ നമുക്ക് ശബ്ദങ്ങളും അക്ഷരങ്ങളും നൽകി ആ രീതിയിൽ പറഞ്ഞു. അല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദമോ നമ്മൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളോ അള്ളാന്റെ കലാമിലില്ല. അപ്പൊ അന്ന കുല്ലമ തളമ്മനത്തുഹു ഹഖും വസിദ്ഖുൻ, അള്ളാഹു തആലാന്റെ അള്ളാന്റെ ഈ കലാമുകൾ കിതാബുകൾ എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ യഥാർത്ഥമാണ്, സത്യമാണ് എന്നും വിശ്വസിക്കുക കിതാബുകളെ കൊണ്ട്. അപ്പൊ അന്ന ബാല അഹ്കാമിഹ നുസിഖ വ ബഅദുഹാ ലം യുൻസഖ, ആ കിതാബുകളിൽ ചില കിതാബുകളിലുള്ള വിധികൾ, ചില വിധികളെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നും കിതാബുകളെ കൊണ്ട് വിശ്വസിക്കണം എന്നാണ് പറയാറുള്ളത്. ഇവിടെ നഹ്വി പണ്ഡിതനുള്ള ജമഹിസരി മുഅ്തസിലി ആശയക്കാരനുമാണ്. ജമഹിസരിയും വഗൈറു അല്ലാത്തവരും പറയുന്നത് വഹിയ ഈ കിതാബുകൾ എത്രയുണ്ട്, അത് മിഅത്ത് കിതാബിൻ വ അർബഅത്തു കുതുബിൻ, 100 ഏടുകളും 4 കിതാബുമാണ്. ഉൻസില മിൻഹ, ആ 100 ഏടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടു 50 അലാ ശീസിൻ, ശീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ 50 ഏട് ഇറക്കപ്പെട്ടു. അപ്പൊ 30 അലാ ഇദ്രീസ, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ 30 ഇറക്കി. വ അശറത്തുൽ ആദമ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ 10 ഇറക്കി. വ അശറത്തുൽ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മേൽ 10. ഇങ്ങനെ 100 കണക്കാക്കി. പിന്നെ തൗറാത്തു വ സബൂറു വൽ ഇൻജീൽ വൽ ഖുർആൻ, ഈ 3 കിതാബുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 അല്ല 4 അല്ലേ? തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഖുർആൻ, ഈ 4 കിതാബുകൾ ഇറക്കപ്പെട്ടു. അങ്ങനെ 104 കിതാബുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആ എണ്ണം ജമഹിസരിയും അല്ലാത്തവരും എന്തായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസവും കഴിഞ്ഞു. ഇനി മുർസലുകൾ. റുസുലിഹി, മുർസലുകളെ കൊണ്ടുള്ള വിശ്വാസം എങ്ങനെയാ? ഐ ബി അന്ന അർസല ബി അന്നഹു അർസല മിനൽ ഖൽഖി, മുർസലുകളെ അള്ളാഹു സൃഷ്ടികളിലേക്ക് അയച്ചു. എന്തിന്? ലിഹിദായത്തിയും, സൃഷ്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി. തക്മീലി മആശി വ മആദി, അവരുടെ ദുന്യവിയായ ജീവിതം, ഉഖ്റവിയായ ജീവിതം, ഇതൊക്കെ പരിപൂർണമാക്കുവാനും അവരെ സംസ്കരിക്കുവാനും സംശുദ്ധരാക്കാനും വേണ്ടിയിട്ടാണ് സംശുദ്ധരാൽ നിറയ്ക്കപ്പെട്ടതായിരിക്കുന്ന മനുഷ്യവർഗത്തിന് ഉന്നതരായ പ്രവാചകന്മാരെ അള്ളാഹു തആല സൃഷ്ടികളിലേക്ക് അയച്ചത്. അതാണ് വിശ്വസിക്കേണ്ടത്. വഅയ്യദഹും ബിൽ മുഅ്ജിസാത്തി ദാല്ലത്തി അലാ സിദ്ഖിഹിം, പ്രവാചകത്വം തെളിയിക്കുവാൻ പറ്റുന്ന രീതിയിൽ സത്യമാണെന്ന് അറിയിക്കുന്ന അമാനുഷിക ശക്തികളെ കൊണ്ടും പ്രവാചകന്മാരെ അള്ളാഹു തആല ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പൊ വല്ലഹു അൻഹു റിസാലാത്തിഹി, അള്ളാഹ് എന്തൊക്കെ റിസാലത്തായി കൊടുത്തുവിട്ടോ അത് മുഴുവനും അള്ളാഹനെ തൊട്ടവരെത്തിച്ചു. വബയ്യനൂലിൽ മുകല്ലഫീന മാ ഉമിറു ബിബയാനിഹി, വിശദീകരിച്ചു കൊടുക്കണം അവർക്ക് എന്ന കാര്യത്തെ മുകല്ലഫുകളായ ആളുകൾക്ക് വിശദീകരിച്ച് പ്രവാചകന്മാർ നൽകി എന്നതുകൊണ്ട് വിശ്വസിക്കണം. അന്നഹു യജിബു ഇഹ്തിറാമു ജമീഇഹിം, അവരെ ഫുള്ളായിട്ടും ആദരിക്കൽ എന്താ അനിവാര്യമാണ്. വലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ഒരാളെയും നമ്മൾ വ്യത്യാസപ്പെടുത്തൂല. കമാ ബിൽ ഈമാൻ ബി, അവരെ കൊണ്ട് നമ്മൾ ഈമാൻ ഉൾക്കൊള്ളണം എങ്ങനെയാണോ അതേമാതിരി എല്ലാവരും പ്രവാചകന്മാരെ അംഗീകരിച്ച് ഏറ്റ വ്യത്യാസമില്ലാതെ ആദരിക്കൽ നിർബന്ധമാണ് എന്നും നമ്മൾ എന്ത് വേണം? അവരെ കൊണ്ട് വിശ്വസിക്കണം. അന്നഹു തആല നസഖഹും അൻ കുല്ലി വസവത്തിൻ വ നഖ്സിൻ, എല്ലാ ന്യൂനതകളെ തൊട്ടും ചുരുക്കങ്ങളെ തൊട്ടും അല്ലാഹു തആല അവരെ സംശുദ്ധരാക്കിയിട്ടുണ്ട്. അപ്പൊ വഹും മഅസൂമൂന മിന സഗായിരി വൽ കബായിരി ഖബല നുബുവത്തി വ ബഅദഹാ അൽ മുഖ്താരി, പല അഭിപ്രായം ഉണ്ടെങ്കിലും ബലപ്പെട്ട അഭിപ്രായ പ്രകാരം നുബുവത്തിന്റെ മുമ്പ്, നുബുവത്തിന്റെ ശേഷം വൻകുറ്റങ്ങൾ, ചെറുകുറ്റങ്ങൾ ഇതിനെ തൊട്ടൊക്കെ കാക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ എന്ന് മാത്രമല്ല ബൽഹുവ സവാബു, അതാണ് യഥാർത്ഥവും എന്നേ പറയാനുള്ളൂ. എന്നാ പിന്നെ വമാ വഖാബി ഖസസിൻ യദ്കുറുൽ മുഫസ്സിറൂന വഫി കുതുബി ഖസസിൽ അംബിയായി മിമ്മാ യുഖാലിഫു ദാലിക, എന്നാൽ നമ്മൾ യഥാർത്ഥം ഇതായിരിക്കെ നുബുവത്തിന്റെ മുമ്പ് നുബുവത്തിന്റെ ശേഷം അവർ മഅസൂമാണെന്ന് പറയുമ്പോൾ ഇതിന് ഘടകവിരുദ്ധമായിട്ട് ചില മുഫസ്സിറുകൾ വിശദീകരിച്ച ചരിത്രത്താൾ സംഭവിച്ചതും അതുപോലെ തന്നെ ഇതിനോട് എതിരാകുന്ന രീതിയിൽ
അമ്പിയാക്കളുടെ ചരിത്ര കിതാബുകളിൽ ചിലത് വന്നിട്ടുണ്ട്. ആ വന്ന കാര്യം നമ്മളിവിടെ യഥാർത്ഥത്തിനോടും മുഖ്താറിനോടും എതിരായ വാദം വന്നിട്ടുണ്ട്. അത് ആരും ചെവിക്കൊള്ളേണ്ടതില്ല. ലായ് ഉത്തമതു അലേഹി, അതിന്റെ മേൽ എഴുത്തിമാതേയില്ല. വലായ് ഉത്തമത്തുലേ, അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. ആ വാദത്തിലേക്ക് തിരിഞ്ഞു നോക്കണമില്ല, അതിന്റെ മേൽ എഴുത്തിവാദമില്ല എന്നാണ് ഖണ്ഡിതമായി പറയാനുള്ളത്. അപ്പോൾ ചോദ്യമുണ്ട്, അത് ഉദ്ധരിച്ച ആൾക്കാർ മോശക്കാരല്ലല്ലോ. ആ അതിനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മുഫസ്സിർ പറയുന്നത്, വഇൻജല്ല നാഖിലുഹു കൽ ബഗവിയി വൽ വാഹിദിയി. അത് ബഗവി ഇമാമും വാഹിദി ഇമാം ഇവരൊക്കെ പ്രമുഖന്മാരാണ്, അംഗീകരിക്കാൻ പറ്റുന്ന വലിയ വലിയ ആൾക്കാരാണ്. അവരെ പോലെയുള്ളവരാണ് ഈ പറയുന്ന നമ്മുടെ സ്വഭാവത്തിനെതിരായിക്കൊണ്ട് ഇവിടെ ഉദ്ധരിച്ച് തന്നവരെങ്കിലും നമ്മളത് അംഗീകരിക്കൂല. അതേ പറയാനുള്ളൂ. അപ്പൊ പിന്നെ സംശയം വരിക, നമ്മൾ ഇന്ന് ഖുർആനിൽ പറഞ്ഞതുപോലെ ആദമു റബ്ബുഹു എന്നില്ലേ, ഖുർആനിമിൻ നിസ്ബാത്തിൽ ആദമ, ആദം നബി അലൈഹി സ്വലാം പ്രവാചകനല്ലേ? പ്രവാചകന്മാർ റുബുവത്തിന് മുമ്പും ശേഷവും കബായിർ അതുപോലെ സഹായന തൊട്ട് മഹസൂമല്ലേ? എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നുണ്ട്? ഇസ്യാൻ എന്ന് ആദം നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദമോ, ആദം നബി തെറ്റ് ചെയ്തോടെ ഇസ്യാൻ വരുന്നില്ലേ? അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന് ഇസ്യാൻ ഉണ്ടെന്നാണല്ലോ ഖുർആനിൽ വന്നത്. അതും ഫമൻ മുആതബത്തി ജമാഅത്തിൻ മിൻഹും അലാ ഉമൂരിൻ ഫഅലൂഹ, അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യത്തിന്റെ മേൽ അവരെന്ത് തന്നെ ഒരു സംഘം ആക്ഷേപിച്ചതുമായിട്ട് കാണുന്നുണ്ടല്ലോ. അതൊക്കെ വന്നത് അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഫൈനമാഹുവാമിൻ ബാബി അന്ന ലി സയ്യിദി, അവിടെ പറയാനുള്ള സയ്യിദിന് യജമാനുണ്ട്. അയ്യുഖാതിബ അബ്ദുൽ മാഷാ, തന്റെ അടിമയോട് എന്താ ഉദ്ദേശിച്ചതെങ്കിൽ യജമാന് പറയാം, കൽപ്പിക്കാം. വായു ആറ്റിബഹു, യജമാന് അടിമയെ ആക്ഷേപിക്കാനും അധികാരമുണ്ട്. അലാ ഖിലാഫിൽ ലൗല, ഖിലാഫിൽ ലൗലയുടെ മേൽ ആക്ഷേപിക്കാം. മുആതബത വൈരി അൽ മാസിയത്തി, ഇവരല്ലാതെ മറ്റുള്ളവരെ തെറ്റിന്റെ മേൽ ആക്ഷേപിക്കുന്നത് പോലെ നല്ലതിനെതിരായി വല്ലതോടെ വന്ന് അതിന്റെ മേലും ആക്ഷേപിക്കാനുള്ള അധികാരം യജമാനുണ്ട് എന്ന് ഉൾപ്പെടുത്തേണ്ട ബാബിലാണ് ഇപ്പോ ഈ പറഞ്ഞ ആദം നബി അലൈഹി സ്വലാമിന് തെറ്റൊക്കെ സംഭവിച്ചെന്ന് പറയാനുള്ളതുള്ളൂ. അല്ലാതെ സാങ്കേതിക അർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. വഖദ് ഖദ്ദംന, നമ്മൾ മുന്തിച്ചിട്ടുണ്ട്, അന്നഹും അഫ്ളലു മിൻ സാഇരിൽ മലായികത്തി ബിദലീലി ഫൈദാ ഫളലു അൽ മഅസൂമീന ലസിമ കൗനുഹും മഅസൂമീന ബിൽ ഔലാ എന്ന് കാണാം. എന്താ മുന്തി പറഞ്ഞത്? അന്നഹും മുർസലുകൾ അഫ്ളലു മിൻ സാഇരിൽ മക്തൂബ മലായികത്തി, മറ്റു മലക്കുകളെക്കാളൊക്കെ ശ്രേഷ്ഠരാണ് ആര്? ഈ പറയുന്ന മുർസലുകൾ എന്ന്. തെളിവ് ഫൈദാ ഫളലു അൽ മഅസൂമീന, അവര് മഅസൂമികളായിരിക്കുന്ന ആളുകളെ ശ്രേഷ്ഠമാക്കിയതിനാൽ ലസിമ കൗനും മഅസൂമീന ബിൽ ഔലാ, അവര് തന്നെ എന്തായെന്നറിയാമോ മഅസൂമായിരിക്കുക എന്നതുകൊണ്ട് ഏറ്റവും ബന്ധമാവുകയും ചെയ്തു. അപ്പൊ അവരൊക്കെ മഅസൂമികളാണ് എന്ന വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മലായികത്തുകളെക്കാളൊക്കെ മറ്റു മലായികത്തിനേക്കാൾ ശ്രേഷ്ഠന്മാര് പ്രവാചകന്മാരുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈമാൻ കാര്യത്തിന് അള്ളാഹിനെ കൊണ്ടും മലായികത്തിനെ കൊണ്ടും കിതാബുകളെ കൊണ്ടും മുർസലുകളെ കൊണ്ടുള്ള വിശ്വാസം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈമാൻ വിശ്വാസത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ, അന്ത്യനാള് നന്മ തിന്ന, ഈ രണ്ട് കാര്യങ്ങളും വിശദീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ വേണ്ടതുപോലെ വിശദീകരിക്കാൻ.